ബിഗ് ബോസ് സീസൺ 6 തുടക്കം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കമന്റ് ചെയ്തിരിക്കുന്നത് ജാസ്മിൻ ഗബ്രി ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടാണ്. ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ കണ്ണും നട്ടിരുന്ന ആളുകൾ ഈ ഒരു സീസണെ വൻ സക്സസിലേക്ക് എത്തിക്കുകയും ചെയ്തു. ആദ്യ ആഴ്ചകളിൽ തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത സ്ത്രീ പുരുഷ ബന്ധങ്ങളെല്ലാം മോശമായിട്ടുള്ള കണ്ണിൽ കൂടെ നോക്കി വൃത്തികെട്ട രണ്ടെണ്ണം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനവും ഇല്ലാത്ത ആളുകളാണ് മലയാളികളിൽ ഒരു ഭൂരിപക്ഷം ആളുകൾ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു ഇവരുടെ ഒരു കൂട്ടുകെട്ട്. നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഫ്രണ്ട്ഷിപ്പുകൾ എന്ന് പറയുമ്പോൾ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? ഭർത്താവ് ഭാര്യ ഓക്കെയാണ്, ആങ്ങള പെങ്ങൾ ഓക്കെയാണ്, അമ്മ മകൻ ഓക്കെയാണ്, അച്ഛൻ മകൾ ഓക്കെയാണ്. ഇതല്ലാത്തതെല്ലാം എന്തോ മോശമാണ് എന്നൊരു ചിന്ത നമ്മുടെ നാട്ടിലെ ആളുകൾക്കുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് പറയുമ്പോൾ, നമ്മുടെ ആളുകളുടെ മെന്റാലിറ്റിയെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഗബ്രിയെ ജാസ്മിൻ 48 മണിക്കൂറിൽ വളച്ചെടുത്തു എന്നുള്ളതാണ് ഒരു പ്രോഗ്രസീവ് മാസ്ക് ഇട്ട യൂട്യൂബർ അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞത്. അതേ മെന്റാലിറ്റി തന്നെയായിരുന്നു ഇവിടെയുള്ള ആളുകൾക്ക്. 48 മണിക്കൂർ കൊണ്ട് ജാസ്മിൻ ഗബ്രിയെ വളച്ചെടുത്തു. എന്നാൽ 48 മണിക്കൂർ കൊണ്ട് ഗബ്രി ജാസ്മിനെ വളച്ചെടുത്തു എന്ന് ആരെങ്കിലും പറയുന്നത് ഞാൻ ആ ഒരു ഘട്ടത്തിൽ കേട്ടില്ല. അതാണ് നമ്മുടെ വേറൊരു അപ്രോച്ച്. ഇങ്ങനെയുള്ള ഏതെങ്കിലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത സ്ത്രീ പുരുഷ ബന്ധങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീയെ സ്ലക്ഷയം ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ. എന്ന് വെച്ചാൽ അവളെ വേശിയാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി. ഇതിന്റെ മലയാളം വേർഡ് അങ്ങനെയാണ്, സ്ലഷ് ഷെയ്മിങ് എന്ന് പറയുന്ന ഒരു പരിപാടി. അവള് പോക്കാണ് എന്നങ്ങ് പറഞ്ഞു വെക്കും. അപ്പോൾ ഈ ജാസ്മിൻ ഗബ്രി ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബോണ്ട്, അതിനെ കുറിച്ചിട്ട് ഈ ഒരു ഷോയുടെ ഫോർമാറ്റ് അറിയാവുന്ന അല്ലെങ്കിൽ ബേസിക് നിലവാരമുള്ള ആളുകൾ എങ്ങനെ ചിന്തിക്കും? അങ്ങനെ ഒരു ബോണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ്. ഒരു കൂട്ടം ആളുകളെ ഒരു വീട്ടിൽ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതേപോലെ ഒരേ വേവ്ലെങ്തിലുള്ള രണ്ടാളുകൾ, സ്ത്രീ പുരുഷന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഓപ്പോസിറ്റ് സെക്സിലൊക്കെ ഉള്ള ആളുകളാണ്, അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ ഒക്കെ അങ്ങനെയുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഒരു രാത്രിയൊന്നും വേണ്ട, അല്ലെങ്കിൽ മണിക്കൂറുകൾ മതി സംസാരിച്ച് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ട്. അത് തുടരുന്ന ഒരു സാഹചര്യമുണ്ട്, അനുകൂല സാഹചര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായും ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിപ്പം ഒരാൾ അതിൽ കമ്മിറ്റഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് വേറെന്തെങ്കിലും ഒരു ബന്ധം ഉള്ളത് കൊണ്ടോ ഇല്ലാണ്ടാവണം എന്നൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഓരോ ആളുകളുടെ ബൗണ്ടറീസ് ആണ്. അപ്പോൾ ആ ഒരു ബൗണ്ടറീസിനെ റെസ്പെക്ട് ചെയ്ത് അവർ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊരു ഈസി ഫ്രണ്ട്ഷിപ്പായിട്ട് മാനേജ് ചെയ്യപ്പെടാം. എന്നാൽ സീസൺ 6 ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് പറയുമ്പോൾ തുടക്കം മുതൽ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ജാസ്മിനെ സ്ലക്ഷ്യം ചെയ്യുന്നതിനോട് എതിർത്ത് നിൽക്കുന്നത്? കാരണം അവിടെ ഓപ്പോസിറ്റ് ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ അയാളുടെ ഒരു ലോ ഇമോഷണൽ ബാലൻസിൽ നിന്നിട്ടാണ് പലപ്പോഴും ഇത് ഉണ്ടാവുന്നത് എന്ന് തുടക്കം മുതൽ തന്നെ തോന്നിയിരുന്നു. അതാണ് ഗബ്രി. ഈ ഗബ്രി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഇയാള് ബാക്കിയുള്ള എല്ലാ കോണ്ടാക്റ്റും നിർത്തി. ബാക്കിയുള്ള ഒരാളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും പുള്ളി പിന്നെ നോക്കുന്നില്ല. പുള്ളി ഈ ഒരു കംഫർട്ട് സ്പേസിലേക്ക് ഒതുങ്ങി നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ പുള്ളി ആ ഒരു സുരക്ഷിതത്വത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ച് ആദ്യ ദിനങ്ങളിൽ തന്നെ സേഫായി ഒരു മൂലക്കായി. അതാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം. എന്നാൽ ജാസ്മിൻ തുടക്കം മുതൽ തന്നെ ഗെയിമിന്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസിലേക്കും വന്നിട്ടില്ല. ജാസ്മിന്റെ ഒരൊറ്റ പ്ലാൻ കൊണ്ട് ഗബ്രിയെ കൺവിൻസ് ചെയ്തതുകൊണ്ടാണ് പവർ ഗ്രൂപ്പിലേക്ക് അദ്ദേഹം വരുന്നത്. അപ്പോൾ പവർ ടീമിലേക്ക് അദ്ദേഹം കയറി പറ്റുന്നത്. പിന്നീട് ആ ഒരു ടീമിൽ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ജാസ്മിന്റെ ഒരു ഇൻഫ്ലുവൻസിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലും ജാസ്മിൻ ഭയങ്കരമായിട്ട് എൻ്റർ ആവുന്നുണ്ട്. അതേപോലെ ഹൗസിലുള്ള എല്ലാ ആളുകളുടെയും പ്രശ്നങ്ങളിലും എല്ലാ കോൺഫ്ലിക്റ്റുകളിലും ജാസ്മിൻ ഇടപെടുന്നുണ്ട്. അത് തന്നെ ബാധിക്കുന്നതല്ല എങ്കിൽ കൂടെ ജാസ്മിൻ ഇടപെടുന്നുണ്ട്. എന്നാൽ ജാസ്മിനെയും ഗബ്രിയെയും ബാധിക്കുന്ന കാര്യങ്ങളിലല്ലാതെ പിന്നെ ഒരു കാര്യത്തിലും അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതേപോലെ ജാസ്മിൻ ഗബ്രിയുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജാസ്മിന് ഓൾറെഡി അവിടെ വേറെ വലിയ കണക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഗബ്രിക്ക് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പല ആൾക്കാരെ നഷ്ടപ്പെട്ടു. എന്നാൽ പുള്ളിക്കാരൻ അത് മൈൻഡ് ചെയ്തില്ല. ആ ഒരു കാര്യത്തെക്കുറിച്ചൊരു പുള്ളി ചിന്തിക്കുന്നില്ല. ഗെയിം മാറ്റി പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ തുടക്കം മുതൽ തന്നെ നമ്മുടെ ആളുകളുടെയൊക്കെ ഒരു അപ്രോച്ച് അറിയാം. അതേപോലെ തന്നെയുള്ള അപ്രോച്ച് ഉള്ള ആളുകളാണ് ഹൗസിലുള്ള ആളുകൾ. അപ്പൊ അവരും എന്താണ് ചെയ്തത്? അവരും ആദ്യം മുതൽ തന്നെ ഭയങ്കരമായിട്ട് ജാസ്മിനെ ഷെയിം ചെയ്യുകയാണ്. ജാസ്മിൻ ഗബ്രിയെ അങ്ങടേക്ക് വലിച്ചെടുത്തു, അല്ലെങ്കിൽ ജാസ്മിൻ എന്താ പറയുന്നത്, ഒരു ലവ് കോംബോ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇവൾ പണ്ടേ ഇങ്ങനെയാണ് എന്നൊക്കെ ഋഷി, റോക്കിയെ പോലുള്ള ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ഷെയിം ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിലും ഗബ്രിക്ക് അവിടെ സംരക്ഷണം കിട്ടുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ വിചാരിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഗബ്രിയുടെ ഒരു ഗെയിം ആയിരിക്കുമോ? കാരണം നമുക്കറിയാം ഒരു സ്ത്രീ ഒരു പയ്യനെ വളച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ആ ഒരു പയ്യന്റെ വീക്ക്നെസ് കൊണ്ടാണ് എന്ന് പലപ്പോഴും ആളുകൾ പറയാറില്ല. നമുക്കറിയാലോ, നമ്മളങ്ങനെ എപ്പോഴും പറയുന്നതാണല്ലോ, കൂടോത്രം, തലയണ മന്ത്രം, വശീകരണം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ജെൻഡർ ന്യൂട്രൽ അല്ലല്ലോ. അപ്പം അത് സ്ത്രീകളാണ് ചെയ്യണത് എന്നൊരു വെപ്പുണ്ട്. അപ്പം അത് ആ ഒരു ഇമേജ്, ആ എന്താ പറയുന്നത്,
പെട്ടുപോയ ഒരവസ്ഥ, അതിൻ്റെ ആനുകൂല്യം ഗബ്രി യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു ഇയാൾ ഈ കംഫർട്ട് സ്പേസിൽ നിന്നിട്ട് അവസാനം ജാസ്മിൻ കട്ട നെഗറ്റീവിലേക്ക് പോയിട്ട് ഇയാൾ ഗെയിമിലേക്ക് കയറി വരാൻ സാധ്യത ഉണ്ടാവും എന്ന് വെച്ചാൽ അങ്ങനെയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് ഗബ്രി പുറത്തേക്ക് വരികയാണെന്ന് വിചാരിക്കുക. ഇന്നലെ ജാസ്മിൻ പറഞ്ഞപ്പോൾ ആളുകൾ നോക്കിക്കാണുന്ന ഒരു രീതിയിലായിരിക്കില്ല അതിനെ ആളുകൾ നോക്കിക്കാണുന്നത്. ഗബ്രി ദ ഗെയിമർ, പവർഫുൾ മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗംഭീര വിശേഷണങ്ങൾ കിട്ടും. അയാൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് രാജപദവിയായിരിക്കും, ഒരു വലിയ ഫാൻ സപ്പോർട്ട് അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം പുള്ളി ചെയ്യുമോ എന്ന് ഇങ്ങനെ ഞാൻ വിചാരിച്ചു. എന്നാൽ പിന്നീട് മനസ്സിലായി പുള്ളി ഒരു ലൊലേഷാണ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് പുള്ളി പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഒത്തിരി അധികം പെൺകുട്ടികളൊക്കെ ആയിട്ട് അറ്റാച്ച്ഡ് ആയി, നല്ല ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഒരു ഗെയിം ആയതുകൊണ്ട് പറ്റത്തില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അറ്റാച്ച്ഡ് ആയി, അപ്പോൾ സഹോദരനായിട്ടും കൂട്ടുകാരനൊക്കെ ആയിട്ട് നിന്ന് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റ് ആഗ്രഹിക്കുന്ന, പാമ്പറിങ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ ഏറ്റവും വലിയ കംഫർട്ട് സ്പേസ് ഈ ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിനാണ്. അയാൾക്കല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റില്ല. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് കുറേ ദിവസങ്ങളിൽ ജാസ്മിൻ ഒരു ഹിൻറ്റുകൾ കിട്ടുന്നുണ്ട്. ജാസ്മിൻ ആയതുകൊണ്ടാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. തുടക്ക സമയത്ത് തന്നെ ജാസ്മിനെ വളരെ മോശമായിട്ട് ഗബ്രിയെ വളച്ചെടുത്തു എന്നുള്ള ഒരു അപ്രോച്ചിൽ ഹൗസിൽ നിന്ന് തന്നെ ആളുകൾ പരിഗണിക്കുന്നുണ്ട്. ജാസ്മിൻ അതിനോടൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വീക്കെൻഡ് എപ്പിസോഡുകളിലെ പതിവായിട്ടുള്ള കൈ ചൂണ്ടൽ ജാസ്മിൻ ഒരു ഹിന്റായിട്ട് തന്നെ എടുക്കുകയും ആ ഒരു കോംബോയിൽ നിന്ന്, ആ ഒരു ടീമിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. ഇന്നലെ ജാസ്മിൻ പവർ ടീമിലേക്ക് പോകാനായിട്ട് സ്വമേധയാ ഒരു ഇഷ്ടം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പം ഗബ്രിക്ക് താല്പര്യമില്ല എന്ന് ഗബ്രി ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ആ ഒരു ലാലേട്ടനുള്ള എപ്പിസോഡിൽ തന്നെ ഗബ്രി അങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് അയാളുടെ ആ ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ജാസ്മിൻ അതിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നുണ്ട്. ജാസ്മിൻ അത് നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി. അതേപോലെ തന്നെ ആ ഒരു കോംബോയുമായി ബന്ധപ്പെട്ട കുറ്റപ്പെടുത്തലുകളാണ് ജാസ്മിൻ എല്ലാ ആഴ്ചയും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് ജാസ്മിൻ ആൻഡ് ഗബ്രി പണങ്ങുകയാണ്. ഇതേപോലൊരു പണക്കം ഞാൻ എക്സ്പെക്ട് ചെയ്തത് ജയിൽ വേളകളിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവർ കൂടുതൽ സംസാരിക്കും, ആ ഒരു കോംബോയിൽ നിന്ന് പുറത്തു വരാനായിട്ടുള്ള ആഗ്രഹം ജാസ്മിനോ ഗബ്രിയോ പറയും. അപ്പോൾ അവിടെ ഇന്നലെ രാത്രി ഉണ്ടായതുപോലുള്ളൊരു പ്രശ്നം ഉണ്ടാകും. ഏതായാലും അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. ഇന്നലെ രാത്രി ആദ്യത്തെ ഒരു പിണക്കം, ജാസ്മിൻ പോകാമെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ഗബ്രി കിടക്കുന്ന ഒരു പണക്കം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു പണക്കം മാറുന്നു. പിന്നീട് ഗബ്രി തൻ്റെ ആ ഒരു വീക്ക്നെസ് തുറന്നു പറയുന്നു. ഇന്നലെ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു, അതാണ് എക്സാക്ട് വേർഡ്, ക്രാബ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു വേർഡ്. ബക്കറ്റിലിട്ട ഞണ്ടുകൾ ഒരെണ്ണം രക്ഷപ്പെടാൻ ശ്രമിച്ചാലും മറ്റൊരാൾ സമ്മതിക്കില്ല, വലിച്ച് താഴേക്കിടും. അപ്പോൾ അത് തന്നെയാണ് ഇവരുടെ ആ ഒരു ബോണ്ടിൽ സംഭവിക്കുന്നത്. ഇതിൽ ഷെയിം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അതൊരു ജെനുവിൻ ബോണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഇന്നലെ തന്നെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ ജാസ്മിൻ പോയാൽ ജാസ്മിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റും. ഇതിപ്പം മറ്റേ ഈ വീക്കായിട്ടുള്ള, പാവമായിട്ടുള്ള, ലോലീഷ് ആയിട്ടുള്ള ഗബ്രിയെ ചുമക്കേണ്ടി വരും. അപ്പം ഇത് ജാസ്മിൻ്റെ തലയിലാവാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ തവണ നമുക്കറിയാം ഈ സെറീന, റെനീഷ, അഞ്ജു റോഷ് അങ്ങനെയൊക്കെയുള്ള ആ ഒരു ബന്ധത്തിനിടയിലും അവർ ഏറ്റവും കൂടുതൽ പുറത്തു വരാനായിട്ട് കഷ്ടപ്പെട്ടത് ഈ ഒരു അറ്റാച്ച്മെൻറ്റിൽ നിന്നിട്ടാണ്. ഈ അറ്റാച്ച്മെൻറ്റിൽ ഗബ്രി ആയതുകൊണ്ട് ജാസ്മിന് ഭയങ്കര ടഫാണ്. അല്ലെങ്കിൽ മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറേണ്ടി വരും. അപ്പോൾ മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറി കഴിഞ്ഞാലും ചിലപ്പോൾ അത് ജാസ്മിന് നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ആദ്യം തന്നെ ഇപ്പം ജാസ്മിനെ തന്നെ നെഗറ്റീവ് അടിപ്പിച്ച്, സ്ലട്ട് ഷെയിം ചെയ്ത്, നശിപ്പിച്ച്, നാറാണക്കല്ല് പിടിപ്പിച്ച് എന്ത് ഒരു അപരാധമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ അവസാനത്തിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ നോക്കി കാണേണ്ടത്, അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് ഈ ഗബ്രി ഒരു മോശക്കാരനായതുകൊണ്ടോ അല്ലെങ്കിൽ ജാസ്മിൻ എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടോ ഒന്നുമല്ല. ഈ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം എങ്ങനെയാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? ഈ പാപ്പട്ടനെ ആദ്യം മുതൽ തന്നെ കൂടെ നിർത്തിയും പോയി. ഇനിയിപ്പം ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ ഇവനെ ചുമക്കാതെ പറ്റത്തുമില്ല. അതൊരു പ്രണയം എന്നുള്ള രീതിയിലേക്കൊന്നും പോകാനായിട്ട് വലിയ സാധ്യതകളില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഒരു വീക്ക്നെസ് ആദ്യം തന്നെ പുറത്ത് കാണിച്ചല്ലോ. ഇപ്പം ജാസ്മിൻ്റെ ഒരു അപ്രോച്ച് വെച്ചിട്ട് അങ്ങനെ വീക്കായതുകൊണ്ട് ഒരാളെ എടുത്ത് തോളി വെക്കുന്ന ഒരു സ്വഭാവക്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സെൽഫ് റെസ്പെക്ട് പോലുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്തിട്ട് വിട്ടുപോകാൻ സാധ്യതയുള്ള സംഗതികളാണ്. അങ്ങനെ ഗബ്രിയും ജാസ്മിനും സ്വതന്ത്രരാവാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ജാസ്മിനെ ഭയങ്കരമായിട്ട് വീക്കെൻഡുകളിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കഥയില്ല. അത് ബിഗ് ബോസിൻ്റെ ഒരു രീതി എങ്ങനെയാണ്, വേറെ ആരും കണ്ടന്റ് തരാനില്ല. വേറെ ആരും തമ്പനയിൽ ഇട്ട് കഴിഞ്ഞാൽ, വേറെ ആരോടും ചൂടാവുന്നത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആ ഒരു ഇത് കിട്ടില്ല. അപ്പം അവർക്ക് ആദ്യം മുതൽ തന്നെ അവർ പ്ലേസ് ചെയ്തിരിക്കുന്ന അവരുടെ ശത്രുപക്ഷത്തുള്ള ഒരാളെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ പറയുന്നത് അവരാഗ്രഹിക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള കച്ചവടമാണ്. അതിനകത്ത് ഗെയിമില്ല. കാരണം ചോദിക്കേണ്ട ന്യായമായിട്ടുള്ള ചോദ്യങ്ങൾ അർഹിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ അവിടെ ഉണ്ട്. അവരെ മാറ്റി നിർത്തിയിട്ടാണ്, അവരെ ഒരു മര്യാദയും കാണിക്കാതെ മാറ്റി നിർത്തിയിട്ടാണ്
ഈ ജാസ്മിൻ ഗബ്രിയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഋഷി അൻസിബ അവരുടെയൊക്കെ നോറയുടെയൊക്കെ ഡയലോഗ് ആ ഒരു വയലൻസ് ഇഷ്യൂലൊക്കെ ഉള്ളത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള കുറേയധികം വിഷയമുണ്ട്. പിന്നെ ആ ഒരു കോംബോ കൊണ്ടത് നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ജാസ്മിന്റെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്നിട്ട് മനസ്സിലായ ഒരു കാര്യമായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഗെയിം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.